നമസ്കാരം ഗൈസ്, ആർച്ചാണ് ഡൗൺലോഡ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ബ്ലോഗാണ്. ഇന്നത്തെ ബ്ലോഗ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് കറങ്ങിയിട്ട് വന്നേക്കാണ്. സുഖിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ ലുലുമാളെ കറക്കി കൊണ്ടുവന്ന്, പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിയിട്ട് വന്ന്. അപ്പോൾ എല്ലാം കൂടി അൺബോക്സിംഗ് കൂടി ചേർത്ത് ഒരു ബ്ലോഗ് ആക്കിയാന്ന് വെച്ചാൽ നമ്മുടെ ഈവനിങ് ബ്ലോഗാണ്. നമുക്ക് ആദ്യമേ ഗിഫ്റ്റ് അൺബോക്സിംഗിൽ പോവാം. ഇതാണ് ഗൈസ് നമുക്ക് വന്നേക്കുന്ന ഗിഫ്റ്റ്. നമ്മൾ ഫസ്റ്റ് തന്നെ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ തുണിയാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. തുണിയാണെന്ന് തോന്നുന്നു, നോക്കാൻ തരും. നമസ്കാരം ഗൈസ്, ആർജാണ്. അതെ ഗൈസ്, തുണിയായിരുന്നു. കുറെ നല്ല ഡ്രസ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ ഗൈസ്, വീണ്ടും എനിക്ക് ഡ്രസ്. ഇത് മറ്റേ ഉടുപ്പിൻ്റെ അല്ലേ? അത് കൊള്ളാം, അത് പൊളിച്ച്. ഇതിപ്പോഴത്തെ പുതിയ മോഡൽ. അത് കൊള്ളാം. ഇതൊക്കെ ഭയങ്കര വലുതാന്ന് തോന്നുന്നില്ലേ? കുഞ്ഞു പാൻറ്. അല്ലല്ലേ സൗത്ത്. സോറി ഗൈസ്, എന്താണ് സംഭവം എനിക്ക് പിന്നീട്ടിരുന്നതായിരുന്നു. അതാണ് അതിൻ്റെ സത്യം. ഇത് തിരിഞ്ഞായിരുന്നു. ഇതിങ്ങനെയായിരുന്നു കേട്ടാ. നല്ല നല്ല ഉടുപ്പാണ് ഗൈസ്, ഇഷ്ടപ്പെട്ടല്ലോ. ഇതും അടുത്തത് ഉടുപ്പ്. ചിലത് മാത്രം ചെറുതാക്കി ചെറുതാക്കണം തോന്നുന്നു. കുഴപ്പമില്ലെങ്കിൽ അടിപൊളിയാണ് എല്ലാം. ഇതും ഇങ്ങനെ ഒരു ഉടുപ്പ്. നൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്കിപ്പോൾ ഉടുപ്പിന് മഞ്ഞല്ലേ കെട്ടൊക്കെ. താങ്ക് യു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാം കൊള്ളാം, അടിപൊളി ഡ്രസ്സൊക്കെയാണ്. താങ്ക് യു സോ മച്ച്. ആളെ പേര് മെൻഷൻ ചെയ്യാൻ പാടില്ല അല്ലേ? അതെ, പേര് മെൻഷൻ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഇതെന്താണ് സംഭവം? കൈ തന്നെ ആയിട്ടെ. ഇതോള് വെച്ചതാണെന്ന് തോന്നുന്നു. കൈ നോക്കി ലെങ്തിന് വേണ്ടിയിട്ടേ ഡിസൈൻ. ബാക്കിൽ ഇങ്ങനെ കെട്ടുണ്ട്. എവിടെ പോയി? ഇങ്ങനെ
ഇത് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ. ഇങ്ങനെ എല്ലാം അടിപൊളി അടിപൊളി ഡ്രസ്സുകളാണ് കേസ്. നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടുണ്ട്, എല്ലാം കൊള്ളാം. പിന്നെ ആ കളർ പ്രത്യേകിച്ച് അടിപൊളിയായിട്ടുണ്ട്, ആ പച്ച. അതിനെ ആ ഇച്ചിരി അടിപൊളി വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നി. വേറെ എന്താ പറയാ, എനിക്കില്ലാത്തൊരു നമുക്കിതുവരെ ഇല്ലാത്തൊരു കളറാണ് അത്. നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വെറൈറ്റി ഡിസൈനും പൂക്കളും കളറൊക്കെ ആയിപ്പോയി അല്ലേ. ഇങ്ങനത്തെ ലൈറ്റ് പച്ചയിൽ നമുക്ക് ഡ്രസ്സൊന്നും ഇല്ല, അപ്പോൾ കിട്ടിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡി. അതന്നെ, അതും കൊള്ളാം. നല്ല ഡ്രസ്സ് ഉടുപ്പാണ്. ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ശ്രുതിക്ക് ആവശ്യത്തിന് കൂടുതലായി ശരിക്കും പറഞ്ഞാൽ. സോറി ബേബേ, ഞാനൊരു പെണ്ണായി ജനിച്ചത് കൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്. ഇത് മുഖത്ത് നോക്കില്ല, നിവർത്തിയില്ല. അപ്പോൾ എന്തൊക്കെ നമുക്ക് കുറേ ഡ്രസ്സ് കിട്ടി അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ അൺബോക്സിങ് കഴിഞ്ഞിട്ട് നമുക്കിനിപ്പോൾ കുളിക്കാനായിട്ട്, അലക്കി കുളിക്കാനായിട്ട്, ഫ്രഷ് ആവാണ്ട്. നമ്മൾ യാത്ര ചെയ്യേണ്ടതിന് കുളിച്ചിട്ടില്ല, രണ്ടാളും വേർത്ത് കുളിച്ചിട്ടുണ്ട്. ശ്രുതി അടുത്ത് ഡോക്ടർ പറഞ്ഞു പനിയാണെങ്കിലും കുഴപ്പമില്ല, തല കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മേല് കഴുകണം എന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രുതിക്കമ്മയെ കുളിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്യാം. അവിടെ പോയിട്ട് പിന്നെ ശ്രുതി എന്തായാലും കുളിക്കും, കാരണം വിളക്ക് കത്തിക്കണമല്ലോ, അല്ലെങ്കിൽ കുളിക്കൂല. അതുകൊണ്ട് കുളിക്കും. ശ്രുതി കുളിക്കാൻ മടിയെത്തിയാണ്. ഒരു ദിവസം 2 നേരം കുളിക്കൊണ്ട് നല്ലതന്നെ, സത്തൊന്നും പോവില്ല. പോയാൽ പോട്ടെ നോക്കും. തുമ്മിയെ തിരക്കണം മൂക്കാനെ പോട്ടെ നോക്കും. പിന്നെ കുടിച്ചില്ല ചത്തു പോണെങ്കിൽ പോട്ടെ നോക്കണം. അല്ല പിന്നെ നോക്കാതെ അടുത്ത പഴി കിടക്കാം. ഇനി കുളിക്കാൻ വേണ്ടി പോയിട്ടില്ല ഗൈസ്, സമയം കുറേ ലേറ്റ് ആവുന്നു. നോക്കാതെ ഇവിടെ ഇറങ്ങാം. വീഡിയോക്കിടാൻ കൂടിപ്പോവും. നമ്മുടെ ഈവനിങ് വ്ളോഗ് വീഡിയോ ലെങ്ത് കൂടിപ്പോയി. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തായാലും അടുത്ത വഴിക്ക് പോവാം. നമ്മളെ പോട്ടുന്ന സമയത്ത് ഇവിടെ ഒന്നും ഭാഗ്യത്തിനൊന്നും അനുകൂലമായിട്ടില്ല, എല്ലാം സേഫാണ്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞ് ശ്രുതി ഇപ്പോൾ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുതിക്ക് വൃത്തിയായിട്ട് വേണം നമുക്ക് കുളിക്കാൻ വേണ്ടി പോകാനായിട്ട്. ഡ്രസ്സൊക്കെ കുറേ അലക്കാണ്ട്, അപ്പോൾ എല്ലാം അലക്കി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊതിക്ക് വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വെച്ചു. അതാവുമ്പോൾ വന്നിട്ട് അലക്കിടാൻ എളുപ്പമായിരിക്കും. ശ്രുതിക്ക് ചൊറിയുണ്ട്. ശ്രുതി വട്ടച്ചൊറിയാന്ന് തോന്നുന്നു. എനിക്ക് കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയതിന് ശേഷം എൻ്റെ ഈ ബാഗിന്ന് ഫസ്റ്റാ. അപ്പോൾ നമ്മൾ ഒതുക്കി പെറുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ഒതുക്കി പെറുക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാനൊക്കെ പോകാനായിട്ട്. ശരിക്കും ഇന്ന് നമ്മൾ ബസ്സിൽ പോയി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 1 രൂപയ്ക്ക് വേണ്ടി ആ കണ്ടക്ടർ നമ്മൾ ഒരുപാട് വട്ടെടുപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ. ഒരു പെണ്ണായിരുന്നു, പുള്ളിക്കാരത്തേക്ക് 6 രൂപ ചേഞ്ച് കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ അടുത്ത് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് 7 രൂപ കൊടുത്ത്, ഉള്ള ചേഞ്ച് തപ്പുരിക്ക് 7 രൂപ കൊടുത്തത്. ഒരു 2 കോയിനും ഒരു 5 കോയിനും 1 രൂപ തരാൻ പറഞ്ഞ പുള്ളിക്കാരത്തെ തരാൻ വേണ്ടി പുള്ളിക്കാരത്തി ഒറ്റപ്പോക്ക് പോയി. പിന്നെ വന്നിട്ടില്ല, തിരിച്ച് വന്ന് ഒരു പ്രാവശ്യം വന്നിട്ട് പൈസ ഇതാക്കി കൊടുത്തും പുള്ളിക്കാർ തന്നില്ല. പിന്നെ വീണ്ടും പോയിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോൾ വീണ്ടും ചോദിച്ചു. ഞാൻ 3 പ്രാവശ്യം അങ്ങനെ പോയിട്ടും തിരിച്ചു വന്നിട്ടാണ് ഞാൻ പൈസ ചോദിച്ചു പുള്ളിക്കാരത്തെ 1 രൂപ തരാൻ പറഞ്ഞ്. ബാക്കി 1 രൂപ തന്നിട്ടില്ല പറഞ്ഞ്. പുള്ളിക്കാരത്ത് മുഖമൊക്കെ വീർപ്പിച്ചിട്ട് ഒറ്റ പോക്കൊണ്ട് പോയി. പിന്നെ വന്നില്ല. പിന്നെ ഇറങ്ങുന്ന സമയമായപ്പോൾ ഇറങ്ങുന്ന സ്റ്റോപ്പിന് മുന്നേ ആയപ്പോൾ അടുത്ത് ഇരുന്ന ചേച്ചി പറഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് നിങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ നേരെ ഇറങ്ങി ബാക്കിൽ ചെന്ന് പുള്ളിക്കാരത്ത് പൈസ വാങ്ങിച്ചു വരികയാണ് ചെയ്തത്. നാടിച്ചോ വെക്ക്. അപ്പോൾ അങ്ങനെ ചേച്ചി അവസാനം ഞാൻ പോയിട്ട് ബാക്കിൽ കൂടെ ചേച്ചി അടുത്ത് പൈസ വാങ്ങിച്ചത്, അല്ലാതെ ചേച്ചി പൈസ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ പറ്റിക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മുടെ അവസ്ഥയ്ക്ക് നമുക്ക് 1 രൂപയ്ക്ക് സ്വർണ്ണത്തിന് വിലയുണ്ട്, അല്ല തേങ്ങ. നമുക്ക് 1 രൂപയ്ക്ക് പൊന്നിൻ്റെ വിലയുണ്ട് കൈസ്. അതാണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ ലൈഫിലെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെയൊന്നും പറ്റിക്കാൻ പാടില്ല. കാരണം നമ്മൾ 1 രൂപയൊക്കെ നമ്മൾ ബസ്സിന് ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ ബസ് കാശില്ലാതെ തെണ്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ.
പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് സ്വിഗ്ഗിയെ കൂടുന്ന സമയത്ത് എൻ്റെ കൂടെ സ്വിഗ്ഗി കൂടുന്ന ചേട്ടന്മാർക്കും പയ്യന്മാർക്കും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. 1 രൂപയ്ക്ക് 2 രൂപയ്ക്കും ഇൻസെൻറ്റീവും ടാർഗറ്റും അടിക്കാനും വീക്ക്ലി ടാർഗറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രി 1 മണി 2 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഓർഡർ അടിച്ചിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 1 രൂപയ്ക്കുള്ള വിലയൊക്കെ നമുക്ക് കൊടുക്കുന്നത് വില തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പൈസയ്ക്ക് ഞാൻ 1 രൂപയ്ക്ക് കണക്ക് പറയാൻ ആരും വിചാരിക്കരുത്. കാരണം നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ മാക്സിമം ചുരുക്കി മിച്ചം പിടിച്ച് ജീവിക്കണത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് 1 രൂപയായാലും ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ആ ചേച്ചി അങ്ങനെ ചെയ്ത് എനിക്ക് സങ്കടമുള്ള കാര്യമായി. ഞാൻ തന്നെ റിവ്യൂ പറഞ്ഞു. നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളും നമ്മുടെ വീഡിയോ കാണുന്ന കണ്ടക്ടർ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ബാക്കി കൊടുക്കുകയാണെങ്കിൽ ബാക്കി നിർബന്ധമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്തുതിയോടെ വൃത്തിയാക്കട്ടെ. അപ്പോൾ ഞങ്ങളെയൊക്കെ വീഡിയോ കാണുന്ന കണ്ടക്ടർ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ 1 രൂപയായാലും 1 രൂപ നിങ്ങൾ ബാക്കി കൊടുക്കുകയാണ് പ്ലീസ്. കാരണം ഞങ്ങളുടെയൊക്കെ അവസ്ഥ മാത്രം ഭയങ്കര മോശമാണ്. അതുകൊണ്ടാണ് ഈ പറയണത്. സൂര്യ അടിച്ചോടെ എത്തിക്കഴിഞ്ഞ് അടിച്ചോട് വേസ്റ്റ് ഇത്രയും പുറത്തുണ്ട്. പേപ്പറൊക്കെ നല്ല പേപ്പറാണ്, നമുക്ക് ആവശ്യമുള്ള പേപ്പറാണ്. ഈ പേപ്പറൊക്കെ നമ്മൾ പെറുക്കി എടുക്കും, നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് ഒതുക്കി ഗൈസ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒതുക്കി ഇച്ചിരി കൂടെ ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് ഒതുക്കിയതാണ്. ഇവിടെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഒതുക്കിയത്. അപ്പോൾ കട്ടിലിന് ഇങ്ങോട്ട് വെച്ചാൽ പറ്റുന്ന അവസ്ഥയായി. കുഴപ്പമില്ല, നമുക്ക് സ്പേസ് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നേ. വലിയ സ്പേസൊന്നും ആവശ്യമില്ല. ഇത്രയും വേസ്റ്റ് കുറേ പേപ്പറൊക്കെ ആവശ്യമാണ്. ശ്രുതി ഇവിടെ വൃത്തിയാക്കാണ്, പൂജാമുറി വൃത്തിയാക്കാണ്. ശ്രുതി അതൊക്കെ വൃത്തിയായിട്ട് വേണം നമ്മൾ പെട്ടെന്ന് കുളിക്കാൻ വേണ്ടി പോകാനായിട്ട്. പിന്നെ ഗൈസ് കുറേ ആളുകൾ ശ്രുതിനെ ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട്. ശ്രുതി അല്ല ഗൈസ്, ശ്രുതി SRUTHI ആണ്. ശ്രുതി എന്നാണ് അവളുടെ പേര്. ഞാൻ പറയുമ്പോൾ ശരിക്കും ആളുകൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. എൻ്റെ സംസാരം ശരിയല്ലാത്തതുകൊണ്ടാണ്. ശ്രുതി എന്നാണ് ശ്രുതിയുടെ പേര്. ഞാനും പെട്ടെന്ന് ഫാസ്റ്റ് വരുമ്പോൾ ശ്രുതി എന്നാണ് പറയണത്. ശരിയാണ്, ശ്രുതി എന്നാ പേര് ഇവളുടെ. എന്നുവെച്ചാൽ നമ്മളെ ഈണം ഇമ്പം ഇമ്പം ഈണം അല്ലേ, മ്യൂസിക്കിലൊക്കെ പറയണ മ്യൂസിക്കിൽ ശ്രുതിയില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ശ്രുതിയാണ് ഗൈസ് അല്ലേ. ശ്രുതി വൃത്തിയായിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അവിടെയൊക്കെ അവിടെ കരടപ്പടം ഉണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അധികം. പക്ഷെ തേങ്ങ ഞാൻ അടിക്കുന്നുണ്ട്. തേങ്ങ ഞാൻ കൊല്ലും, അത് ഉറപ്പാണ്. കാരണം കണ്ടൂർ വന്ന് അടയ്ക്കാൻ പൈസ ഇല്ല. എനിക്കൊരു ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യാമായിരുന്നു അല്ലേ. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ പെട്ടിരിക്കുന്നത്. ഇല്ലാതായതല്ല, ശരിക്കും എനിക്ക് തന്നെ ഫിക്സ് വരുന്ന സമയത്ത് പെട്ടെന്ന് സെൽഫ് കൺട്രോൾ പോയിട്ട് വലിച്ചെന്ന് പൊട്ടിച്ചാണ് അല്ലേ. അങ്ങനെ നമ്മുടെ നല്ല ലാപ്ടോപ്പായിരുന്നു പൊട്ടിപ്പോയത്. ഒരു ലാപ്ടോപ്പൊക്കെ വാങ്ങുകയാണെങ്കിൽ വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യാമായിരുന്നു. എന്നാലും വൃത്തിയാകട്ടെ. ഞാനൊരു സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ പഠിച്ചൊരു ആളാണ്. അപ്പോൾ എനിക്ക് ബഗ് ബൗണ്ടിയൊക്കെ ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാനായിട്ട് നോക്കായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ്, ലാപ്ടോപ്പ് പോയതോടുകൂടി അതൊക്കെ നിർത്തലാക്കേണ്ടി വന്ന്. ഇത് നമ്മുടെ കിറ്റിൻ്റെ ബാക്കി സാധനമാണ്, ഓണ കിറ്റിൻ്റെ ബാക്കി സാധനമാണ് ശ്രുതി കൊണ്ടുപോകുന്നത്. അത് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്. ശ്രുതി അടുത്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുകൂടി അടിച്ചത് കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ വേണ്ടി പോകാം. പെട്ടെന്ന് തരുമോ? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട് വൃത്തിയാക്കൽ. പ്രത്യേകിച്ച് കുറച്ച് ദിവസം ഒരു 3-4 ദിവസം വൃത്തിയാക്കാതിരുന്ന് വൃത്തിയാക്കുമ്പോൾ ഇത്രയും വേസ്റ്റൊക്കെ ഉണ്ടാവും. അതെ അതെ. പിന്നെ കുറച്ച് അരി നിലത്ത് കൊണ്ടുണ്ട്. ചൂടോട് തൂക്കാൻ പാടില്ലാന്നൊക്കെ പറയും. ഇതിപ്പോ നുള്ളിപ്പറക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ടാണ് ഈ കത്തി എടുത്തൊക്കെ അത് നിന്റെ കത്തി എടുത്ത് വെക്ക്. നിന്റെ ഫേവറേറ്റ് കത്തി എടുത്ത് വെക്ക്. അടുത്തൊക്കെ തേങ്ങ വൃത്തിയാക്കട്ടെ. ഞാൻ താഴത്തിറങ്ങി നിന്ന്, കാരണം അവിടെ നിന്ന് പൊടിയൊക്കെ ഫുൾ അടിച്ചതിൻ്റെ മേത്ത് കയറും. പിന്നെ ഞാൻ ചൊറിഞ്ഞുകൊണ്ട് ഓടേണ്ടി വരും. അതുകൊണ്ട് താഴത്തേക്ക് മാറി നിന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സാധാരണ ഈവനിങ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോണത് അല്ലേ. നമ്മുടെ ഈവനിങ് ഒക്കെ ഇങ്ങനെയൊക്കെയല്ലേ പോണത്. സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ്. നമ്മളിപ്പോൾ എവിടെയും പോയില്ലെങ്കിലും നമ്മൾ വൈകിട്ട് അടിച്ചോട് വൃത്തിയാക്കിയിട്ട് നമ്മൾ കുളിക്കാനൊക്കെ പോകുന്നത്. നമ്മുടെ ഈവനിങ് ഒക്കെ ഇങ്ങനെയൊക്കെ ചില ദിവസങ്ങൾ നമ്മൾ ചെയ്യൂലെന്നുള്ളൂ. അപ്പോൾ ചെയ്യാത്ത ദിവസങ്ങളൊക്കെ വ്ളോഗ് എടുക്കാറുണ്ട്. കാരണം ആ സമയത്ത് വേറെ പരിധി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തിനൊക്കെ വ്ളോഗ് എടുക്കാമെന്ന് വെച്ച് നമ്മൾ അതെ, വേറെ വല്ല പരിധിയൊക്കെ ആയിരിക്കും വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അതൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാറുണ്ട്. ഇന്നത്തെ ഈവനിങ് വ്ളോഗ് മെയിനായിട്ട് ഗിഫ്റ്റ് അൺബോക്സിങ് ഉദ്ദേശിച്ചത്. പിന്നെ എന്തായാലും എടുത്തല്ലോ, അപ്പോൾ അത് വൈകിട്ട് കൂടി ചെയ്തേക്കാന്ന് വെച്ചത്. ഗിഫ്റ്റിനോട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നിട്ട് ആളാരാ പറഞ്ഞില്ലെങ്കിലും എന്തൊക്കെയാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മോശമല്ലേ അല്ലേ.
അതുകൊണ്ട് നമ്മളിത് കാണിച്ച് അൺബോക്സ് ചെയ്തത്. നമുക്കെന്തായാലും ഇവിടുത്തെ ഇന്നത്തെ ഈവനിങ് വ്ളോഗിന് ഇപ്പോൾ താഴേക്കാട് അമ്പലത്തിലൊക്കെ പാട്ട് ഇവിടെ മുതൽ കേൾക്കുന്നുണ്ട്. നമുക്കൊരു സ്പീക്കറുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പാട്ടൊക്കെ വെക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്ത് ചെയ്യാനാണ് കേസ്, നമുക്ക് സ്പീക്കറൊന്നുമില്ല. ഞങ്ങളിന്ന് ലുലു പോയപ്പോൾ കണ്ടിരുന്ന കലക്കൻ സ്പീക്കർ ഉണ്ടായിരുന്നു, 100 വോൾട്ടിൻ്റെ സ്പീക്കർ, 100 വാട്ടിൻ്റെ സ്പീക്കർ. അതൊക്കെ ഇട്ടിക്കാൻ ഈ കാടെ കുടിക്കായിരുന്നു തേങ്ങ. രാത്രി പൊളിച്ചാനെ കിടന്നോളണം. പന്നിയല്ല ഒരു ദിവസം ആരും വരില്ല, പ്രേതവും വരില്ല, എല്ലാവരും പേടിച്ച് ഓടിക്കളയുന്നൊക്കെ. അത് DJ ഒക്കെ ഇട്ട് വെക്കണം. അവിടെ തീർന്ന് കാട് കുലുങ്ങും രാത്രി ഇരുന്നിട്ട്. പിന്നെ പോലീസ് വരാൻ പോകില്ല, കാരണം ഇവിടെ അടുത്ത് വേറെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലേ തേങ്ങ? അവിടെ പ്രശ്നമൊന്നുമില്ല. ആ അതൊക്കെ നാട്ടുകാർ കൊണ്ട് അതുണ്ടായിരുന്നു. നമുക്ക് പാട്ടൊക്കെ വെക്കായിരുന്നു. ചെറിയ സൗണ്ടും എടുത്ത് മനസ്സിലാക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥകൾ. ഇനിയിപ്പോൾ ഈവനിങ് ആയി, നമ്മളിത് അടിച്ചു വൃത്തിയാക്കി കഴിഞ്ഞാൽ മുറ്റം കൂടി ചെറുതായിട്ടൊന്ന് തേങ്ങ അടിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകും. മുട്ടടിച്ചു വരുന്നുണ്ടോ? അതെ അടിച്ചു വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അടിച്ചു വരും, എന്നിട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. ആ ബക്കറ്റിലുള്ള കാലമായിരിക്കും നമുക്ക് കുളിക്കാൻ പോകണം. എടുക്കാൻ വെള്ളം എടുത്തിട്ടുണ്ടല്ല. നീ വെള്ളം എടുക്കണം കേട്ടോ. ഞാൻ 3 ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. അടുപ്പിച്ചെടുത്ത് മടുത്ത് ഞാൻ ചത്ത്. വൃത്തിയാക്കുന്നുണ്ട്. പെട്ടെന്ന് തീരുമോ? ആ മണ്ണൊക്കെ കസല വെച്ച് കുത്തി കുഴിഞ്ഞ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നടന്ന് വന്നുമ്പോൾ നമ്മൾ ചെരുപ്പുള്ള മണ്ണൊക്കെയാണ് വന്നിരിക്കുന്നതൊക്കെ. പിന്നെ ഈ ചാക്കിന് ചവിട്ടി വൃത്തിയാക്കി കുടഞ്ഞു വളർത്തി കഴിഞ്ഞാൽ ഇനി ഒരു റൂമിനകത്ത് മണ്ണ് കയറില്ല. നമ്മൾ ഈ ചാക്ക് വാങ്ങിച്ച് മെനഡ് അതിനുണ്ട്. അതിന് 2 ചാക്ക് കൂടി വാങ്ങണം അല്ലേ? 20 രൂപയല്ലേ ഉള്ളൂ ചാക്കിന്. നമുക്ക് 2 ചാക്ക് വാങ്ങണ്ടേ? അതെ, ചാക്ക് വിൽക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. ചാക്ക് വിൽക്കുന്ന സ്ഥലമില്ലേ നെടുമങ്ങാട്? അവിടെ നിന്ന് വാങ്ങിച്ചത്. അവിടെ എന്തോ ചാക്കിനൊക്കെ പൈസ കൂടുതലാണ്. നമ്മുടെ കാലൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമത്തിൽ ഞാൻ പിടിച്ചുകൊണ്ട് തന്നതാണ്. നമ്മൾ വേറെ സാധനം വാങ്ങിച്ചപ്പോൾ തന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതെ അടിച്ചുപൊളി അടിച്ചുപൊളി മതി, പൊടി പറക്കും. ഇപ്പോൾ എന്നാൽ ഞാൻ മരത്തിൽ കൊണ്ട് അടിച്ചു നോക്ക്. ആ കവുങ്ങി കൊണ്ട് അടിക്കി. ഓ ആ മണ്ണ് വൃത്തിക്ക് പോയിക്കോട്ടെ. എന്തായാലും വൃത്തിയാക്കിയില്ലേ? അതാണ് കേസ്. ഒരു കാര്യം ചെയ്താൽ വൃത്തിക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യൂല. തേങ്ങ അതിലും മടി കാണിക്കും. ആ സോപ്പൊക്കെ മാറ്റിവെക്കും. ഞാൻ അവിടെ നിന്നിട്ടാണ് പല്ല് തേക്കലും കൈകാലൊക്കെ ചെയ്യണം നടത്തുന്നത്. അതുകൊണ്ട് അത് മാറ്റി മോളിൽ കയറ്റി വെക്ക്. ആ മുകളിലല്ല, സൈഡിൽ. അതെ, തേങ്ങയുടെ തെങ്ങിനിടാൻ വേണ്ടി വളരാൻ വേണ്ടി പോവാണ്. ഓ ആ ഉണങ്ങി ഇരുന്നിട്ട് ഇതുവരെ വീടിട്ടില്ല. അതാണ് കരിഞ്ഞിരിപ്പുണ്ട് 3. ആ കരിഞ്ഞിരിപ്പുണ്ട്. സംഭവിച്ചാൽ നമ്മൾ ഇടുന്നതേ കരിയാണല്ലോ, അതുകൊണ്ടത് കരിഞ്ഞിരിക്കണത്. അപ്പോൾ തെങ്ങ് വിചാരിക്കണം നിങ്ങൾ എന്തായാലും കരിയിട്ട് ഇടുന്നത്. അപ്പോൾ കരിഞ്ഞിന് തരാമെന്നുണ്ട് തെങ്ങ് തരുന്നത്. മുട്ടടിച്ചവർ വൃത്തിയാക്കൽ പണി തുടങ്ങുകയാണ് നമ്മുടെ. മുട്ടടിച്ചവർ വലിയൊരു ചടങ്ങൊക്കെയാണോ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ആണല്ലേ. കാരണം മണ്ണ് ഇളകിപ്പോവും, ആ കല്ല് ഇളകിപ്പോവും. ആ അധികം വേസ്റ്റ് ഉണ്ടാവാറ്, അതുകൊണ്ട് കുഴപ്പമില്ല കേസ്. ചെറിയ പെല്ലകൾ വീഴുന്നുള്ളൂ, അധികം വീഴുന്നില്ല. എല്ലാം ഉണങ്ങിയിട്ടില്ല, പച്ചയായി നിൽക്കുകയാണ്. കുറച്ച് ഇനി ഉണങ്ങാനുണ്ട്. കാരണം ഇനി വേനലാണല്ലോ ഇപ്പോൾ കടക്കാൻ പോണത്. അതെ തേങ്ങ അടിച്ചൊരു കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, പുല്ലൊക്കെ പറിച്ച്. അത് മെയിനായിട്ട് നമ്മളവിടെ ചെറുതിലും നമ്മുടെ കറിവേപ്പില തൈ നിൽപ്പുണ്ടാവും, അത് വൃത്തിയാക്കണത്. അല്ല തേങ്ങ അതിന് വേണ്ടിയാണ്. അതുമ്പോൾ കാട് പിടിച്ചത് വളരാതെ മുരടിച്ച് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആൾ വൃത്തിയാക്കി വെക്കുന്നത്. അത് പറിക്കില്ല. കാട്ടുചെടിയാണോ? തൈയൊന്നും പറിച്ചിടരുത്. കവുങ്ങും പ്ലാവൊക്കെ ഉണ്ട്. തൈയൊക്കെ കവുങ്ങല്ല, പ്ലാവും
ആഞ്ഞിൻ്റെ തയ്യൊക്കെ ആഞ്ഞിൽ മഹാഗണിയൊക്കെ തൈ ഉണ്ടാവും പറിച്ചുള്ളരുത്. അതൊക്കെ വളർത്താൻ വളരട്ടെ, പുതിയ മരങ്ങൾ ഭാവിയിലേക്ക് വരട്ടെ. ഈ കൊല്ലത്തെ ഓണം ഞാൻ പരുത്തിക്കുഴിയത്തെ ഓണം മിസ് ചെയ്തു. പരുത്തിക്കുഴി നല്ല പ്രോഗ്രാമൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ആഘോഷമായി വരും അല്ലേ, പുതിയ ഓണക്കൊടിയൊക്കെ കൊടുത്ത്. ഇത് പൊടിയനിയാണ്, ഇതും പൊടിയനിയാണ്, ഇത് തെച്ചിയാണ്. അതാണ് ഞാൻ കാണുന്നത്. ഇത് നമ്മുടെ വഴിയാണ് വൃത്തിയാണ്. പിന്നെ നമ്മളിവിടെ നടന്നു തന്നെ നമ്മുടെ വഴിയാണ്, വീട്ടിലേക്ക് നടന്നു തന്നെ വഴിയാണ് ഫ്രണ്ടിൽ കൂടെ ഇങ്ങോട്ട്. അപ്പോൾ അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നടന്നു വരുമ്പോൾ വല്ല പാമ്പൊക്കെ കരിയിലെ ഇടയിൽ കൂടെ പോയാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് ശരിയാവില്ല, പണിയാണ് നമുക്ക്. അല്ലെങ്കിൽ ഇവിടെ ഒരു സേഫ് അല്ല, നമ്മൾ ഇച്ചിരി ഡേഞ്ചർ സോണിലാണ്. എങ്കിൽ നമ്മൾ മാക്സിമം വൃത്തിയാക്കി എന്തോ ആളവിടെ പൈസ അവിടെ ആകെ പ്രേതം എന്ന് തോന്നുന്നു. പാത്രമൊക്കെ തന്നെ വീഴുന്നുണ്ട്. എന്തോന്നും പാത്രം വീണിട്ടുണ്ട്. പിന്നെ എന്തോ പ്ലാസ്റ്റിക് സാധനം വീണിട്ടുണ്ട്. കപ്പല്ല, കപ്പ് ഇവിടെ ഒന്നുമില്ല. ഫൈനലി ഗൈസ് ശ്രുതി വിളക്കെത്തിക്കാൻ വേണ്ടി പോവാണ്. വിളക്കെത്തിക്കട്ടെ. അത് വിളക്കെത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. ശ്രുതി ആദ്യം വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങട്ടെ. നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം. ശ്രുതി എന്തായാലും വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിലിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കാണ്ട് രാത്രി ശ്രുതി കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞത്. നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ. അതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ഈവനിങ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പോവാറ്. നമ്മുടെ ഈവനിങ് ഇതൊക്കെയാണ് ഗൈസ്. ശ്രുതി ഇട്ടേക്കുന്ന ഡ്രസ്സ് നമ്മുടെ സബ്സ്ക്രൈബർ തന്ന ഡ്രസ്സാണ്. ഞാൻ കാണിച്ചു തരാം. അത് വിളക്കെത്തി ചെയ്ത് വരട്ടെ, എന്നിട്ടായിട്ടിട്ട് നമ്മൾ കാണിച്ചു തരാം. ശ്രുതി ഇട്ടേക്കുന്ന ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെയാണ്. എന്താ നോക്കാം, വെയിറ്റ് ചെയ്യാം. ശ്രുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഗൈസ്. വാടച്ചേക്ക് ഈ ഡ്രസ്സ് ശ്രുതി നമുക്ക് ഇന്ന് സബ്സ്ക്രൈബ് അയച്ചിട്ട് ഇന്ന് കിട്ടിയ ഡ്രസ്സാണ്. എനിക്ക് എന്ത് പുതിയ സാധനം കിട്ടിയാലും അപ്പം ഇടണമെന്നുള്ള ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. നിക്കറല്ല, അത് പാൻ്റാണ്. മറ്റേ ചുരിദാറിനൊക്കെ ഇടുന്ന പ്രത്യേകം പാൻ്റാണ്. ഞാൻ പിന്നെ എന്താ പറയാ, ഒരു ബോയൊക്കെ വാങ്ങിച്ച് എന്റെ മുടി ഇങ്ങനെ ആക്കി സുന്ദരിയാണ് എന്ന് സുന്ദരിയുമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ സൂര്യ എന്തിനും ചെയ്യും, കുക്ക് ചെയ്ത് ഉണ്ടാക്കാതിരിക്കും തോന്നുന്നു. എല്ലാം ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ഞാൻ ഇതാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമുട്ട് തേങ്ങ ചുരണ്ടിയിട്ട് പുട്ടും സാമ്പാറും ആക്കിയാലോ. സാമ്പാറാ പാത്രത്തിൽ രാവിലെ ചൂടാക്കി വെക്കുന്നു. ആയിക്കോട്ടെ, മതിയോ? ഞാൻ പിന്നെ പുട്ടാണ്, നമ്മുടെ പുതിയ പുട്ടും കൂട്ടത്തിലാണ് നമ്മൾ പുട്ട് ചുടാൻ പോകുന്നത്. അടുപ്പിച്ചിട്ടാൽ മതി. അടുപ്പത്തിൽ നമുക്ക് വേറൊരു പുട്ടും കൂടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചത്. അതെ ഗൈസ്, നമ്മൾ പറയാൻ വിട്ട് കാണിക്കാൻ പറ്റിയ സംഭവമാണ് ഈ പുട്ടുകൂടം. ഇത് നമുക്ക് ഇവിടെ നെടുമാട് വെച്ച് വാങ്ങിച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ. അത് നമ്മൾ പറയാൻ വിട്ട് വെച്ചേക്കും. ഞാൻ റീലിലും ഒന്നിലും എന്തോ അന്നാലുമിനിയോ വില കൂടി സാധനമാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
എന്തൊക്കെ നമ്പറും കാർഡൊക്കെ ഉണ്ട്. പുതിയ അലുമിനിയം പാത്രം ആദ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകിയതിനു ശേഷം എണ്ണ പുരട്ടി ഉപയോഗിക്കുക. എണ്ണ പുരട്ടി ഉപയോഗിക്കുക. നന്നായിട്ട് തേച്ച് ആദ്യം കഴുകട്ടെ. പിന്നെ ഇത് കുഞ്ഞു പുട്ടും കുട്ടുമുണ്ട്. മീൻസ് കുഞ്ഞു കുറ്റിയാണ് അല്ലേ? നമ്മളെ മുകളിലത്തെ അവര് തന്ന കുറ്റി വലിയ കുറ്റിയിലായിരുന്നു. ഇത് കുഞ്ഞു കുറ്റിയാണ്. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ വാങ്ങിച്ചതാണ്. അവര് നമുക്ക് കുക്കറിൽ വെക്കുന്ന പുട്ടുകുറ്റി കിട്ടിയത് അവർക്ക് അറിയാൻ പാടില്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് സന്തോഷമായിരുന്നു. എങ്കിലും അടുപ്പിൽ വെക്കാം. അതെ അതെ, അതുകൊണ്ട് ഇതിപ്പോൾ അടുപ്പിൽ വെച്ച് ഉപയോഗിക്കുമല്ലോ, അതുകൊണ്ട് സമാധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ച് നമുക്കത് സന്തോഷം നമുക്ക് നോക്കാം. അതാ നടക്കട്ടെ, ഇനി ക്ലീൻ ചെയ്ത് തേടി തുടങ്ങട്ടെ. അപ്പോൾ കഴിച്ച് നമ്മൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയാണ്. ഇരുട്ടായി. സുധിയുടെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നമുക്ക് സുധിയുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് അവർക്ക് അവിടെ കമ്പനി കൊടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് വരാം. അതിന് ശേഷമായിരിക്കും നമ്മുടെ ഫുഡിങ് പരിപാടിയൊക്കെ തുടങ്ങുക. സാധാരണ നമ്മുടെ ഈവനിങ് ഇങ്ങനെയൊക്കെയാണ് നടക്കാറ്. ഇപ്പം ഞാൻ മുകളിൽ മല കയറി വന്നതിൻ്റെ ഒരു കിതപ്പാണിപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ കിതക്കണത്. നിങ്ങൾക്ക് വ്യക്തമല്ല, നിങ്ങളോട് ക്ഷമിക്കുക ഗൈസ്. ഇതാണ് എൻ്റെ അവസ്ഥ. ഭയങ്കര കിതപ്പാണ്. നമുക്ക് അവരുടെ വീട്ടിൽ പോയി കുറച്ച് നേരം അങ്ങോട്ട് പോകത്തില്ലേ. അപ്പോൾ പോയിട്ട് അവരുടെ കൂടെ സംസാരിച്ച് കുറച്ച് അവരോട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് വരാം. നമ്മുടെ വീട്ടിലെ കാര്യം വരില്ല, നമ്മളായിട്ട് അങ്ങോട്ട് വല്ലതും പോയാലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇവിടെ ഉണ്ടായാലും വരുമോ കേസ്, പാട്ട് കാര്യമില്ല. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. എങ്ങനെ കുഴപ്പമില്ല, നമുക്ക് പതുക്കെ അവരുടെ വീട്ടിൽ പോയി കുറച്ച് കമ്പനി അടിച്ചിട്ട് വരാം. നമ്മളെന്തായാലും വീട്ടിൽ താഴത്ത് നിന്ന് ബോറടിക്കുമല്ലോ, ഇവിടെ അമ്മ കമ്പനിയാവും. സുധീർ കണ്ടെന്തോ പോയി. സുധീർ പോയില്ലേ? സുധി പാത്രം ആയിക്കൊണ്ടിരിക്കുക. പുറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ലേ? ഉണ്ടല്ല. നീങ്ങുന്നത് പറ്റാൻ കിട്ടാത്ത ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. സുധി പാത്രം കഴിക്കൊണ്ടിരിക്കാൻ വന്നാൽ പുതിയ പുട്ടുകൂടം ക്ലീൻ ചെയ്യാണ്ട് കേസ്. അപ്പോൾ കഴുകിയിട്ടാണ് ചെയ്യാനായിട്ട്, എണ്ണ ഉരുട്ടി ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് എണ്ണ ഉരുട്ടി ചെയ്യാമെന്ന് വെച്ചിട്ട് പ്ലാനിലാണ് ശ്രുതി ചെയ്യണത്. എങ്കിലും ശ്രുതി ചെയ്യട്ടെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നോളൂ അല്ലേ? ഫുള്ളിലിട്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ദൂരെ ചെറിയൊരു വട്ടം കാണുമല്ലോ ഗൈസ്, അതാണ് നമ്മുടെ വീട്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കാണാത്തേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഫുൾ ബാക്കിയെടുത്തിട്ടാണ്. അപ്പോൾ ശ്രുതി കൈ വരട്ടെ, എന്നിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഞാൻ കുറച്ച് ഇരിക്കട്ടെ, ഞാൻ പോയിട്ട് കമൻസൊക്കെ റിപ്പോർട്ട് കൊടുക്കട്ടെ. വീഡിയോ ഒരു റീല് പോസ്റ്റ് ചെയ്യാനുണ്ട്, അടുത്ത റീൽ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ ഇരിക്കണം, നോക്കാം. അപ്പോൾ ശ്രുതി തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ പുതിയ ചിലവാണ്, നല്ല ചിലവാണ് അല്ലേ? അടിപൊളിയല്ലേ ചിലവ്? ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? നല്ല ഷാർപ്പാണോട് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശ്രുതി തേങ്ങ ചിരണ്ടി കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ അടുത്തത് പുട്ടുണ്ടാക്കണം പ്ലാൻ ചെയ്യാൻ പോകുന്നു. അതാണ് കണ്ണിൽ എന്തോ വീണ്. കണ്ണിൽ എന്തോ പോയി. കണ്ണിലെന്തോ പോയതല്ല, ഇവിടെ ഒരു നാട്ടുള്ള ഈച്ചയുണ്ട്, നമ്മളെല്ലായിടത്തും ഉണ്ടാവും. ഒരു കുഞ്ഞു വണ്ട് തൊട്ട് അത് വന്ന് കണ്ണിൽ ചാടിയത്, അത് കടിച്ചത്. വളരെ ശ്രുതിക്ക് തീരെ പയ്യാത്തമാണ്. അതിന്റെ തുമ്മലും ചുമയുണ്ട്. ചുമ, ജലദോഷം, ഇപ്പൊ തുമ്മല്, കണ്ണ്, എല്ലാം കൊണ്ട് എനിക്ക് എന്നും എന്തെങ്കിലുമൊക്കെ കുരുവായിരിക്കും. അതെ അതെ. ഫൈനൽ കേസ് നമ്മൾ പുതിയ പുട്ടുകൂടത്തിൽ ശ്രുതി പുട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടായി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. പുട്ട് പെട്ടെന്ന് ആവാതിരിക്കും. അതിനിടയ്ക്ക് ശ്രുതിക്ക് തീരെ വയ്യ. അവളുടെ ചുമയും തുമ്മലും കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഡെങ്കു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ടും ഉണ്ടാകാൻ പോകുന്നു. പണ്ട് കാര്യമില്ല, നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പറ്റാത്തത്, കുഴപ്പമില്ല. അങ്ങനെ ഫൈനലി ശ്രുതി ഫുഡ് കഴിച്ചു തുടങ്ങി. പുട്ടും പപ്പടമാണ് ശ്രുതി കഴിക്കുന്നത്. ശ്രുതിക്ക് സാമ്പാർ നിർബന്ധമില്ല, ശ്രുതിക്ക് കറി അത്ര നിർബന്ധമില്ല, അതുകൊണ്ട് കഴിച്ചോളും. പക്ഷേ എനിക്ക് ചെറുതായിട്ട് എരിവ് വേണമെന്നുള്ളതുകൊണ്ട് സാമ്പാർ തന്നെ ചൂടാക്കി വെച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ തീർന്നില്ലേ? ഇനി ഉള്ളുകളുണ്ടോ? ആ ഉള്ളുകളും നാളെ എന്ത് ചെയ്യും വേണ്ട? നാളെ രാവിലെ പുട്ടുണ്ടാക്കാൻ പോണാ? നാളെ നമുക്ക് രാവിലെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും പുട്ട് ശ്രുതി കഴിച്ച് കഴിയുമ്പോൾ ഞാനോട് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിസിൻ കഴിച്ച് കിടന്നു തുടങ്ങണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കണം. നോക്കാം, നമ്മളെ പ്ലാനിൽ എപ്പോഴും മാറ്റം ഉണ്ടാവും. ചട്ടി എങ്ങനെ പുട്ടുണ്ട് ക്ലീൻ ചെയ്തപ്പോൾ? കുഴപ്പമൊന്നുമില്ല, പക്കയല്ലേ? ഒട്ടയൊന്നും വീണില്ലല്ല. അതെ, എണ്ണയൊക്കെ തേച്ച് ഇതാക്കാൻ പറഞ്ഞു, ചൂടാക്കാൻ പറഞ്ഞു, അടുപ്പിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കിയല്ലേ? അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ പുട്ടൂരി നല്ല പുട്ടൂരിയായിരുന്നു. ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്തായാലും ശ്രുതി ഫുഡ് കഴിക്കട്ടെ. എന്ത് വേണം നമുക്ക്. ശ്രുതി റൂമിൽ പായൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. പായ കാണാൻ പറ്റില്ല എന്ന് വാതിൽ ചാരിക്കുന്നുണ്ട്. പായൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ശ്രുതി മെഡിസിൻ കഴിക്കുക. ഇനിയിപ്പോൾ ഞാനും ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കുക, പോയി കിടന്നു തുടങ്ങുക. അതൊക്കെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ അല്ലേ?
ഇനി നമുക്ക് വേറെ വല്ല പരിപാടി ഉണ്ടാവും. കുറച്ച് നേരം ശ്രുതി ഫോണിൽ വല്ല സിനിമ കണ്ടിരിക്കും, അത്രേ ഉള്ളൂ. തലവേനുണ്ട്, ആ ശ്രുതിക്കുന്ന തലവേനുണ്ട്. അതാ ബോ വെച്ച തലവേന ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല ബോ വെച്ച അതാ കറക്റ്റ് ആ ബോർഡ് വല്ലത്തുണ്ടല്ലോ ഇവിടെ ഇറുക്കണത്. അപ്പോൾ ബാക്ക് വേന ഉണ്ടാവും, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അത് പെട്ടെന്ന് പോകില്ല. തലയുടെ ബാക്ക് പെയിൻ ഉണ്ട്. ശ്രുതിക്കും തലയ്ക്കും കുഴപ്പങ്ങളുണ്ട്. എല്ലാം കൂടി പാവം കഷ്ടപ്പാടാണ്. പണ്ട് കണ്ണിൽ പോയതും എല്ലാം കൂടി പെട്ട അവസ്ഥയാണ്. ചോന്നിരിക്കുകയാണ് പാവം. ഇപ്പോഴത്തെ കാര്യത്തിൽ കഷ്ടമാകുമ്പോൾ എല്ലാം അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുള്ളൂ. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നമ്മളത് കഴുകി എടുത്ത് കളഞ്ഞു. പക്ഷേങ്കിൽ ആ സാധനം കണ്ണിനുള്ളിൽ പോയിട്ട് അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയില്ലേ. താങ്ക് യു. ആ ശരി. എൻ്റെ വീട് കഴിഞ്ഞു. അങ്ങനെ ആദ്യം ഫുഡ് കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്? ആണല്ലേ, ടേസ്റ്റ് ആയില്ലേ? അതാണ്. ഇനിയിപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നേരെ പോയി കിടന്ന് ഉറങ്ങുക. ഗുളിക കഴിച്ചിട്ട് ഇത് ഇത്ര സാമ്പാറുണ്ട് ഗൈസ്. ബാലൻസ് ഉള്ള സാമ്പാർ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചു ഗൈസ്. ഞാൻ അതവിടെ ചൂടാവട്ടെ. അങ്ങനെ സാമ്പാർ അവിടെ നിന്ന് ചൂടായിക്കൊണ്ടേയിരിക്കട്ടെ. ആർജ് കഴിച്ച് കഴിയാറായി. ഇല്ല ആർജ് കഴിച്ച് കഴിയാറായില്ലേ? പുട്ട് വായിൽ കുടിക്കുന്നു തോന്നുന്നു. അതേ പറയണത് പുറത്ത് കേൾക്കുന്നില്ല. തിന്നുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ് ആർജന നിഗമനം. അതുകൊണ്ടാണ് ആർജ് വെള്ളം കുടിക്കാതിരിക്കുന്നത്. ആണോ? എന്നാ കഴിച്ചോ മണ്ടേ കയറണം. പിന്നെ ആർജ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാൻ കഴിച്ചു. അപ്പൊ ഫൈനൽ ഗൈസ് ആർജ് വന്നിരിക്കുന്നു കഴിച്ചു കഴിഞ്ഞ്. എന്തോ അപ്പൊ ഫൈനലി കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി മെഡിസിൻ കഴിക്കുക, കിടന്നുറങ്ങാൻ. അപ്പൊ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി മെഡിസിൻ കഴിച്ചിട്ട് കിടന്നുറങ്ങുക. അതാണ് പ്രശ്നമില്ല. അടുത്ത പരിപാടി അതാണ്. അപ്പോൾ എങ്കിലും നമ്മുടെ ബ്ലോഗ് വൈൻഡപ്പാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു ഈവനിങ് ബ്ലോഗായിരുന്നു. പിന്നെ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ഗിഫ്റ്റും അൺബോക്സിങ്ങും പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീനിങ്ങും അങ്ങനെ എല്ലാ പരിപാടിയും ചേർത്ത് ചെറിയ ഈവനിങ് ബ്ലോഗ് ഉദ്ദേശിച്ചത്. നമ്മുടെ ബ്ലോഗ് തീർന്നു. ഇന്നത്തെ പരിപാടിക്ക് എത്ര കൊടുക്കുക. ഇനി താമസം നമുക്ക് അടുത്ത വിശേഷമുണ്ട്. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർജേസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താഴെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ പുതിയ വീഡിയോകളും പെട്ടെന്ന് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ എങ്കിലും എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളത് ഹെൽപ്പ് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് രക്ഷപ്പെടാൻ ഗൈസ്, നിങ്ങൾക്ക് വിചാരിച്ച് രക്ഷപ്പെടും. അപ്പോൾ എങ്കിലും താമസം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.